നമസ്കാരം. അല്ലബീർ മെഡിക്കൽ ഗ്രൂപ്പ് വീക്കെൻഡ് അറേബ്യയുടെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. 444 ദിനങ്ങൾ അമേരിക്കയെ നടുക്കം കൊള്ളിച്ച ഒരു കെട്ടിടത്തെക്കുറിച്ചാണ് ഇക്കുറി ആദ്യം. അതിൻ്റെ കാലുഷ്യങ്ങൾ പശ്ചിമേഷ്യയിൽ ഇന്നും തുടരുകയാണ്. അതേസമയം 3 പതിറ്റാണ്ടിനിപ്പുറം ഒരു അമേരിക്കൻ പ്രസിഡന്റ് ഇറാൻ പ്രസിഡന്റിനെ ടെലിഫോണിൽ വിളിക്കുമ്പോൾ പ്രത്യാശകൾ വർദ്ധിക്കുകയാണ്. തെഹ്റാനിലെ US എംബസിയുടെ പോയ കാലവും വർത്തമാനവും ആരായുകയാണ് വീക്കെൻഡ് അറേബ്യ. ഇതാണ് ഇറാനും അമേരിക്കയ്ക്കും അകൽച്ചയുടെ പതിറ്റാണ്ടുകൾ നൽകിയ വെറുപ്പിന്റെ കെട്ടിടം. ഏറെക്കാലം തെഹ്റാനിൽ അമേരിക്കൻ എംബസി നിലനിന്ന മന്ദിരം. ഷാരിസ പഹ്ലവിയുമായി ചേർന്ന് ഇറാന്റെ വിഭവങ്ങൾ കൊള്ള ചെയ്യാനും മേഖലയിലെ എതിർ ശബ്ദങ്ങൾ അമർച്ച ചെയ്യാനും അമേരിക്ക തന്ത്രങ്ങൾ മെനഞ്ഞ കേന്ദ്രം. നീണ്ട 37 സംവത്സരങ്ങൾക്ക് ശേഷം ഒടുവിൽ അത് സംഭവിച്ചു. നേർക്കുനേർ കൂടിക്കാഴ്ച നടന്നില്ലെങ്കിലും ഒബാമയും റൂഹാനിയും തമ്മിൽ ടെലിഫോണിൽ സംസാരിച്ചു. 3.5 പതിറ്റാണ്ടിനിപ്പുറം വൈറ്റ് ഹൌസിൽ നിന്നും വന്ന ആ കോളിന്റെ പശ്ചാത്തലത്തിൽ ഈ കെട്ടിടത്തിന്റെ ചരിത്ര പ്രാധാന്യം ഏറുകയാണ്. 1979 ആയത്തുല്ല ഖുമൈനി നയിച്ച ഇസ്ലാമിക വിപ്ലവത്തോടെ മാത്രമല്ല ഇറാൻ US ബന്ധം തകർന്നത്. വിപ്ലവം നടന്ന അധിക നാൾ കഴിയും മുമ്പേ തെഹ്റാനിലെ US എംബസി ഉപരോധിച്ച ഇറാനി യുവതിയുടെ നടപടി യാങ്കിയെ വല്ലാതെ നോവിച്ചു. നീണ്ട 444 ദിവസങ്ങളാണ് ഉപരോധം നീണ്ടത്. വിപ്ലവാനന്തര സർക്കാരിനെ അട്ടിമറിക്കാൻ ഗൂഢാലോചന നടന്നു എന്നാരോപിച്ചായിരുന്നു വിദ്യാർത്ഥികളുടെ രംഗപ്രവേശം. ഖുമൈനിയുടെ പരോക്ഷ പിന്തുണ കൂടിയായതോടെ 52 US നയതന്ത്ര പ്രതിനിധികൾ എംബസിക്കുള്ളിൽ ദീർഘകാലം തടവിലായി. പക്ഷേ നല്ല പെരുമാറ്റമായിരുന്നു ലഭിച്ചതെന്ന് ബന്ദികൾ സമ്മതിച്ചു. 1979 നവംബർ 4 മുതൽ 1981 ജനുവരി 20 വരെ യാങ്കിയെ നാണക്കേടിന്റെ മുൾമുനയിൽ നിർത്തി ഉപരോധം. എംബസി ജീവനക്കാരെ മോചിപ്പിക്കാൻ നടത്തിയ ഓപ്പറേഷൻ ഈഗിൾ ക്ലോ ദയനീയ പരാജയമായി. അത് നാണക്കേടിന്റെ ആഴവും കൂട്ടി. ലോകത്താകെ അമേരിക്കൻ എംബസികൾക്ക് കീഴിൽ നടക്കുന്ന ചാരപ്പണിയുടെ ഞെട്ടിക്കുന്ന പരിച്ഛേദമാണ് തെഹ്റാൻ എംബസി നൽകുന്നതും. എംബസിക്കുള്ളിലെ ഒന്നിനും ഒരു പോറൽ പോലും ഏൽക്കാതെ ഇറാനിലെ ക്ഷുഭിത യൗവനം സംരക്ഷിച്ചു. സിവിൽ ലിബർട്ടി പ്രതീകത്തിന്റെ മറവിൽ US നടത്തുന്ന ക്രൂരതകളുടെ നേർചിത്രങ്ങൾ ഇവിടെ കാണാം. ക്രൂരതകൾക്കെതിരെ നിസ്സംഗത നടിക്കുന്ന യാങ്കിയെ തുറന്നു കാട്ടുന്നു മറ്റു ചില ചിത്രങ്ങൾ. വിക്കിലീക്സ് വെളിപ്പെടുത്തൽ നടക്കുന്നതിനും 3.5 പതിറ്റാണ്ട് മുമ്പെയാണ് രഹസ്യക്കുറിപ്പുകളുടെ ഞെട്ടിക്കുന്ന ഈ ആധികാരിക രേഖകൾ പുറം ലോകം കണ്ടത്. അസാഞ്ചയ്ക്കും സ്നോഡനും മുമ്പേ ചാരപ്പണിയുടെ വൃത്തികെട്ട അധ്യായം ലോകത്തെ അറിയിച്ചതാവട്ടെ പേരറിയാത്ത കുറെ ഇറാനികളും. എംബസിക്കുള്ളിൽ അതീവ രഹസ്യയോഗം നടന്ന അറ അങ്ങനെ തന്നെ നിലനിർത്തിയിരിക്കുന്നു. US സാമ്രാജ്യത്വത്തിനുമേൽ 3ാം ലോകം നേടിയ വിജയത്തെ പ്രതീകവൽക്കരിക്കുന്ന ചിത്രങ്ങളും ഇവിടെ കാണാം. ചാരപ്പണിക്ക് സജ്ജമാക്കിയ ഉപകരണങ്ങളും സംവിധാനങ്ങളും കെട്ടിടത്തിലുണ്ട്. വിപ്ലവാനന്തര ഗവൺമെന്റിനെ സംരക്ഷിക്കാൻ എംബസി ഉപരോധം അനിവാര്യമായിരുന്നു എന്നാണ് അന്ന് അതിനു മുന്നിൽ നിന്ന ഫുലൂസ റജായി പറയുന്നത്. അന്നിവർക്ക് പ്രായം വെറും 17. തോക്കുമേന്തി US എംബസി ഉപരോധിച്ച ആ നാളുകൾ ഓർത്തെടുക്കുമ്പോൾ ഈ ഇറാൻ വനിതയുടെ മുഖത്ത് ആത്മാഭിമാനം വന്നു നിറയുന്നു. പഠനവും രാഷ്ട്രീയവും ഒരുമിച്ചു പോയ പുഷ്കല കാലഘട്ടമായാണ് അവർ എംബസി ഉപരോധത്തെ കാണുന്നത്. United States as the big Satan, great Satan of the world. These two motivates us to go to take over the embassy and occupy there and taking hostages of the people over there. Most of them were working for CIA and were agents, really agents of CIA in Iran. And they were not, simple diplomats in Iran. They were spies in Iran. This is the first day that we were going to capture the embassy, to capture the hostages and take over. We were about 400 students. And you see that in the front rows are women students, and they are starting the demonstration
that end to occupation of the nest of spies in Iran. You think that without this gun, it would be possible to take hostages and control them and keep them for 444 days without this jetry? മാറിയ ഇറാനിയൻ രാഷ്ട്രീയത്തെ മറ്റൊരു വിധാനത്തിൽ വിലയിരുത്താനും അവർ ഇന്ന് മടിക്കുന്നില്ല. എംബസിക്ക് പുറത്ത് അപ്പോഴും ഏറ് തുടർന്നുകൊണ്ടേയിരുന്നു. അമേരിക്കയോടും ഇസ്രായേലിനോടുമുള്ള പ്രതിഷേധത്തിന്റെ പ്രകടരൂപമാണ് ഇറാനികൾക്ക് ഈ ഏറുകൾ. റീഗനും നെതന്യാഹുവും യഹൂദ് ബാറക്കും സിമോൻ പെരസും ഏറുകൊണ്ട് പുളയുന്നു. ഓരോ ഏറിലൂടെയും ശത്രുനിഗ്രഹത്തിന്റെ യഥാർത്ഥ സംതൃപ്തി തന്നെയാണ് ഇറാനികൾക്ക് ലഭിക്കുന്നത്. എങ്കിലും വൈറ്റ് ഹൌസിൽ നിന്നെത്തിയ ആ ടെലിഫോൺ കോൾ മഞ്ഞുരുക്കത്തിന് വഴിയൊരുക്കുമെന്ന് തന്നെ നമുക്ക് പ്രത്യാശിക്കാം.